എൻ്റെ ആദ്യത്തെ പ്രമേയം ഒരു ധനപ്രതിസന്ധി ഉണ്ട് എന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ഉണ്ട്. സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കും. ഇത് എങ്ങനെയാണ് അഭിമുഖീകരിക്കുക, ഇത് സംബന്ധിച്ചാണ് UDF ധവളപത്രം ഇറക്കിയിട്ടുള്ളത്. അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ ധനപ്രതിസന്ധി എങ്ങനെയാണ് LDFും UDFും മാറി മാറി വന്ന സർക്കാരുകൾ അഭിമുഖീകരിച്ചത് എന്ന് ഒന്ന് ചുരുക്കി പരിശോധിക്കുന്നതെന്നാണ്. അതിനുവേണ്ടി രണ്ടാമത്തെ പോയിന്റായിട്ട് AK ആന്റണി സർക്കാരിൻ്റെയും VS സർക്കാരിൻ്റെയും സമീപനങ്ങളെ താരതമ്യപ്പെടുത്തും. മൂന്നാമതായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും പിന്നീട് വന്ന പിണറായി സർക്കാരുകളുടെയും നയസമീപനത്തെ താരതമ്യപ്പെടുത്തും. നമ്മുടെ നയത്തിൻ്റെ ഒന്നാം പിണറായി സർക്കാരിലെ ആ സമീപനത്തിൻ്റെ ഉജ്ജ്വലമായ വിജയമായിരുന്നു 2021 തുടർഭരണം. അപ്പോൾ അടുത്ത പോയിന്റായിട്ട്, നാലാമത്തെ പോയിന്റായിട്ട് കൈകാര്യം ചെയ്ത് ഈ തുടർഭരണം ഇനി മൂന്നാമത്തേതായിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇത് അട്ടിമറിക്കാൻ നിന്നത് കേന്ദ്ര സർക്കാരും ഇവിടുത്തെ വലതുപക്ഷ ഏകീകരണവും. അടുത്തത് അവസാനത്തെ പോയിന്റ്, അങ്ങനെ പുതിയ സർക്കാർ വന്നു, അവരുടെ ധവളപത്രം അതുപോലെ തന്നെ നയപ്രഖ്യാപനം ഇവയെല്ലാം തൊഴിലാളിക്കും പൊതുമേഖലക്കും എന്ത് സമീപനമാണ് മുന്നോട്ട് വെക്കുക. അവസാനത്തെ പോയിന്റ് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ട് റാംകുമാറും അവതരിപ്പിക്കും, കണക്കുകളെല്ലാം വെച്ച്. ഞാൻ കണക്കുകളൊക്കെ പരമാവധി ഒഴിവാക്കി. എന്ത് ഈ ധനപ്രതിസന്ധി? ചെലവിനുള്ള വരുമാനം ഇല്ലെങ്കിൽ പ്രതിസന്ധിയാണ്. എത്രയൊരു സർക്കാർ ചെലവാക്കേണ്ടത്? ലോകത്തെ വരുമാനത്തിൻ്റെ 35% ലോകത്തെ ശരാശരി സർക്കാരുകൾ ചെലവാക്കുന്നു. വികസിത രാജ്യങ്ങളെടുത്താൽ അവരുടെ വരുമാനത്തിൻ്റെ 42% വരും സർക്കാരിൻ്റെ ചെലവ്. നമ്മുടെ ഇന്ത്യയിൽ കേന്ദ്രവും സംസ്ഥാനവും എല്ലാം കൂടി ചേർത്താലും 30% വരും. നമ്മളിങ്ങനെ ചെലവ് ചുരുക്കുക, ആവശ്യത്തിന് ചെലവാക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ നിന്ന് നിൽക്കില്ല. ടൈപ്പ് പ്രതിസന്ധി, വരുമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ചെലവ് ചുരുക്കി ജനങ്ങളുടെ ആവശ്യത്തിന് പണം ചെലവാക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തി എന്നൊക്കെ പറയുന്ന ഇന്ത്യ രാജ്യം ഏത് വികസന ക്ഷേമ സൂചിക എടുത്താലും, മാനവ വികസന സൂചിക 106, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് അതിനേക്കാൾ പുറകിൽ 112, ഏത് വികസന സൂചിക എടുത്താലും 100-നപ്പുറം. കാരണം സർക്കാർ ജനങ്ങളുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ വേണ്ടത്ര മുടക്കുന്നില്ല. സോ ഈ പ്രതിസന്ധി സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തീവ്രമായിരിക്കും. കാരണം കേന്ദ്ര സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വായ്പ എടുക്കാം. ഈ സംഖ്യകൾ എന്നെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നോട്ടച്ചടിക്കുക. അത് ചെയ്യാട്ടോ, അതാ ചെയ്തുകൊണ്ടിരുന്നത് 90 വരെയും. ആവശ്യമുണ്ടെങ്കിൽ നോട്ടടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പുതിയ പരിഷ്കാരങ്ങൾക്ക് ശേഷമാണ് സർക്കാരിന് നോട്ടടിക്കേണ്ട, കടമെടുത്താൽ മതി എന്ന് തീരുമാനമെടുത്ത്. ഇനിയും സംസ്ഥാനങ്ങൾക്ക് പറ്റില്ല. സംസ്ഥാനങ്ങളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ, ഒന്ന്, സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിന് വളരെ സാധ്യത കുറവാണ്. 2, കേന്ദ്ര സഹായം. 3, കേന്ദ്രം അനുവദിക്കുന്ന വായ്പ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിലെ സംസ്ഥാനത്തിന് തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അപേക്ഷിച്ച് സംസ്ഥാനങ്ങളുടെ ധനപ്രതിസന്ധി കൂടുതൽ രൂക്ഷമാണ്. നമ്മുടെ കേരളത്തിൽ ഇത് അതീവ രൂക്ഷമായി തീർന്നത് ഈ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ചതിന് ശേഷമാണ്. 1990കളുടെ അവസാനം. അത് ഏറ്റവും രൂക്ഷമായി തീർന്നത് AK ആന്റണി സർക്കാരിൻ്റെ കാലത്താണ്. അങ്ങനെ രൂക്ഷമായ പ്രതിസന്ധിയെ എങ്ങനെയാണ് ഒരു വലതുപക്ഷ സർക്കാർ കൈകാര്യം ചെയ്തത്?
എങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാർ കൈകാര്യം ചെയ്തത്. അതാണ് നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് വളരെ സിമ്പിളാണ്. പ്രതിസന്ധി ഉണ്ട്, വലിയ തർക്കമൊന്നും വേണ്ട. പക്ഷെ അതിൽ എങ്ങനെയാണ് ആന്റണി സർക്കാർ കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് VS സർക്കാർ കൈകാര്യം ചെയ്തത്. ആന്റണി സർക്കാർ എന്താ ചെയ്തത്? ADB വായ്പ എടുക്കാൻ തീരുമാനിച്ചു. അവിടെ നിബന്ധനകൾ അംഗീകരിച്ചു. ആ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ചെലവ് ചുരുക്കാം, ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ചു, ആനുകൂല്യങ്ങളില്ലാതാക്കി. ഇതിൻ്റെ ഫലമായിട്ട് വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടായില്ലേ? അവസാനം പിൻവാങ്ങേണ്ടി വന്നു. ഈ നാട്ടിലെ ജനങ്ങളത് അനുവദിച്ചില്ലേ? അപ്പോൾ വരുമാനം ഉണ്ടാക്കണം. പിന്നെ പതിനെന്താം മാർഗം കണ്ടെത്തിയത് പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുക. ചെറിയ തുകയല്ല അതിൽ മുടക്കിയിട്ടുള്ളത്. അത് വിറ്റാലത് മുഴുവൻ കിട്ടില്ല, അത്രയും വരുമാനം. അതിന് ചൗധരി കമ്മിറ്റി ഉണ്ടാക്കി കൃത്യമായ ഓരോ വ്യവസായശാലയെ എങ്ങനെ വിപണനം നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊക്കെ രേഖകൾ തയ്യാറാക്കി. നമ്മൾ അനുവദിച്ചില്ല. CITയുടെ നേതൃത്വത്തിൽ ഓരോ പൊതുമേഖലയ്ക്കും നമ്മൾ ബദൽ കർമ്മ പദ്ധതി ഉണ്ടാക്കിയിട്ടാണ്. 3 എഴുതാൻ ഞാനുണ്ടായിരുന്നു. ഓട്ടോകാസ്റ്റും KSDBയും TCC. എങ്ങനെ എഴുതിയത്? അതിൻ്റെ മെത്തഡോളജിയും നമ്മൾ ഓർക്കേണ്ടതാണ് കേട്ടോ. എനിക്ക് ഓട്ടോകാസ്റ്റിനെ കുറിച്ചാണ് ഓർമ്മ. എന്നുവെച്ചാൽ സ്ഥാപിച്ച നൂല് നഷ്ടത്തിലാണ്. അതുകൊണ്ടാണത് വിൽക്കാനായിട്ട് ആദ്യം വെച്ചിരുന്നത്. വിൽക്കേണ്ട കമ്പനിയാണ്. അടിയന്തരമായിട്ട് ഇന്നേ വരെ ലാഭത്തിലായിട്ടില്ല. എന്താ കാര്യം? 350 ടൺ എടുത്താലേ ഫാക്ടറി ബ്രേക്ക് ഈവൻ ആകും. അതൊരിക്കലും എടുക്കാൻ പറ്റില്ല, അവിടെ തുടരാൻ പാടില്ല. നല്ല ഭൂമിയുണ്ടേ, അതമ്മയാണ് കണ്ണ്. തൊഴിലാളി എന്താ ചെയ്തതെന്നറിയാം? അവിടത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും തൊഴിലാളികൾ ഇരുന്ന് ഈ 350 ടണ്ണിലേക്ക് ഉൽപ്പാദനം എത്താൻ എന്ത് വേണമെന്ന് പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ്. മോൾഡിംഗ് ലൈൻ എങ്ങനെ മാറ്റണം, അങ്ങനെ ഓരോന്നിനും ഫർണസിൽ എന്ത് മാറ്റം കൊണ്ടുവരണം, ഏറ്റവും ചെലവ് കുറച്ച്. മറ്റേ എൻ്റെ അടുത്ത് പോയി, ഞാൻ MLA ആണ്, പറഞ്ഞു ഒരു 15 കോടി എന്നാൽ ഞങ്ങൾ ലാഭത്തിലാക്കാം. അനുസരിച്ചിരിച്ചു. കേട്ടപ്പോൾ തന്നെ ഷിറ്റില്ല. അവസാനം പറഞ്ഞു 10 കോടി. അത് നിയമസഭയിൽ പ്രസംഗിച്ചപ്പോഴാണ്. മറുപടി പ്രസംഗം കഴിഞ്ഞപ്പോൾ പിന്നെ പ്രസംഗിച്ചൊരു 5 കോടി. 1 കോടി രൂപ തരാൻ തീർ. അദ്ദേഹം പറയണത് ഒരിക്കലും നിങ്ങൾക്ക് 350 ടൺ എടുക്കാൻ പറ്റൂല. ഞങ്ങൾ 280 ടൺ 10 പൈസ മുടക്കാതെ എടുത്ത് കാണിച്ചു കൊടുക്കും. 280 എന്താ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി മെഷീനൊക്കെ ലൈന്. ഇങ്ങനെ ഇട്ടാ തൊഴിലാളി ഇപ്പം നിരോധിച്ചത്. ഒരു ഫാക്ടറിയിലല്ല, എല്ലാ ഫാക്ടറിയിലും. അതുകൊണ്ട് വിൽക്കാൻ കഴിഞ്ഞില്ല, ഒരൊറ്റ ഫാക്ടറി വിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ കടമെടുക്കാൻ തീരുമാനിച്ചു. ഇതിനൊക്കെതിരെ പ്രസംഗിച്ച് നടക്കുന്നവര്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന കട അനുപാതം ഉണ്ടായത് AK ആന്റണി ഭരിക്കുമ്പോഴാണ്. 2004 നമ്മുടെ കടം GDP അനുപാതം 41%. ആ 41% എന്ന് പറയുന്നതിൽ ട്രഷറി ഡെപ്പോസിറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിപ്പോഴാണ് അത് ഉൾപ്പെടുത്തുന്നത്. അന്ന് ഉൾപ്പെടുത്തണ്ടായിരുന്നു. അതും കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ 45% കടബാധ്യതർക്ക്. 45%. ഇന്നിപ്പോൾ സതീശനൊക്കെ കടം 33% എന്നൊക്കെ പറഞ്ഞു കിടപ്പില്ലേ? 45% എത്തിച്ചവരാ. അതെങ്ങനെ എത്തിന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സർക്കാർ പോയി. ഈ സമരങ്ങളുടെ ഫലമായി നമ്മുടെ സർക്കാർ വന്നു. VS സർക്കാർ എന്തായിരുന്നു സമീപനം? ചെലവ് ചുരുക്കാനല്ല, വരുമാനം കൂട്ടാനാണ്. എങ്ങനെ വരുമാനം കൂട്ടിയത്? അവിടെയാണ് കേട്ടോ. 5 വർഷക്കാലം കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളില്
50,000 രൂപ ഒരു രൂപ കൈക്കൂലി മേടിച്ചാൽ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു. ഒരു തെളിവ് ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. മനോരമ കണ്ടുപിടിച്ചു. ഒരു 100 രൂപ ഒരു സ്റ്റാഫ് മാത്രമുള്ള ആളുടെ പോക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്ന് പിറ്റേന്ന് അന്ന് തന്നെ രാത്രി പാലക്കാട് നിന്ന് അവിടുത്തെ ഫസ്റ്റ് ക്ലബിൽ വെച്ച് 50,000 രൂപ ഏൽപ്പിച്ചു കൊടുത്തു. പിടിച്ചു ഇല്ല. അഴിമതി നിന്നു, എൻട്രി ടാക്സ് ഏർപ്പെടുത്തി. അതിൻ്റെ ഫലമായിട്ടോ ആ 5 വർഷക്കാലം ഓരോ വർഷവും 20% വെച്ചാണ് കേട്ടോ വാറ്റ് നികുതി കൂടിയത്. അങ്ങനെ പ്രതിസന്ധി പരിഹരിച്ച് എന്തൊക്കെയാണോ യൂണിയനുകൾ ബദൽ പരിപാടിയായിട്ട് നമ്മുടെ ഫാക്ടറികൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്, അത് ഇളമരം കരീമായിരുന്നു വ്യവസായ മന്ത്രി, നടപ്പാക്കി. ടൈറ്റാനിയം ആയാലും എവിടെയായാലും ഞാനിപ്പോൾ അതിൻ്റെ ആ ബദൽ നയത്തിലേക്ക് കിടക്കുന്നില്ല. മാനേജ്മെന്റ് എങ്ങനെ മാറ്റി, അതിൻ്റെ മാർക്കറ്റിംഗ് സംവിധാനം എങ്ങനെ, സർക്കാരിൻ്റെ പർച്ചേസ് പോളിസി എങ്ങനെ മാറ്റി, മുഴുവൻ നഷ്ടത്തിലായിരുന്നിടത്ത് മാറി 80% ഫാക്ടറികൾ ലാഭത്തിലായി. 2 നയങ്ങളാണ്. നമ്മുടെ പതിവ് രീതി വെച്ച് LDF ഉം UDF ഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്തുണയിൽ. അതുകൊണ്ട് ആര് ഭരിച്ചാലും കുറച്ചൊക്കെ അസംതൃപ്തി വരുമല്ലോ. ഒരു 2-3% മാറിയാൽ മതി ഭരണം പോകാൻ. അങ്ങനെ മാറിയാൽ നമ്മൾ ഭരിക്കത്തുള്ളൂ. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് VS സർക്കാർ വിജയത്തിനടുത്ത പരാജയമായിരുന്നു കേട്ടോ. 2 സീറ്റ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ച. ഉമ്മൻചാണ്ടി വന്നു, എന്തുണ്ടായി? വരുമാനം തകർന്നു, 10% വളർച്ചയായി, 20. ഞാൻ ഉമ്മൻചാണ്ടിയെ മാത്രം കുറ്റം പറയില്ല കേട്ടോ. അതിൽ എന്ത് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി ടാക്സ് ഉണ്ടല്ലോ, അത് സുപ്രീം കോടതി റദ്ദാക്കി. അതോടുകൂടി പുറത്തുനിന്ന് നികുതി നൽകാൻ എത്ര സാധനം വേണമെങ്കിൽ കൊണ്ടുവരാം. 20% വെച്ച് വളർന്നുകൊണ്ടിരുന്നത് 10% വളർച്ചയായി. വരുമാനം കുറഞ്ഞു. പക്ഷേ പൊതുമേഖല വിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. പൊതുമേഖലക്കുള്ള സഹായങ്ങളൊക്കെ കുറഞ്ഞു. പൊതുമേഖല വീണ്ടും നഷ്ടത്തിലായി. വരുമാനം കുറഞ്ഞപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ 18 മാസം കുടിശ്ശികയായി. പെൻഷൻ, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളൊക്കെ അനിശ്ചാവസ്ഥയിലായി. അങ്ങനെ വന്നപ്പോൾ 2016 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഭരണം മാറി. ഇതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായ സമീപനമാണ് ഇടതുപക്ഷം ഉയർത്തിയത്? നമ്മളൊരു പുതിയ വികസന കാഴ്ചപ്പാട്. 1957 സർക്കാർ കേരളത്തിൻ്റെ വികസനത്തിന് ഒരു പുതിയ സമീപനം, അതാണ് പിന്നീട് കേരളത്തിൻ്റെ മാറി സർക്കാരുകളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ആ ചാലിലൂടെയാണ് കേരളം മുന്നോട്ട് പോയത്. അതുപോലെ 2016 ഒരു പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു, നവകേരള കാഴ്ചപ്പാട്. എന്താ ആ കാഴ്ചപ്പാട്? അതിന് 2 കാലം വേണം ഇനി നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. ഒറ്റക്കാലം വേണ്ട, 2 കാലം. ഒരു കാലം എന്താ? തൊഴിലാളികൾ, പാവപ്പെട്ടവർ, അവർക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പു നൽകും, ക്ഷേമം ഉറപ്പാക്കും. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തിടതുപക്ഷം, നമ്മൾ ഇടതുപക്ഷ സർക്കാർ വിശേഷിപ്പിക്കാൻ പറ്റും. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ. കയറ്, കൈത്തറി, ഖാദി, പനമ്പ്, ഇങ്ങനെയുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ അവിടുത്തെ ഉൽപാദനത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മിനിമം കൂലി കൊടുക്കാൻ പറ്റൂല. എങ്ങനെ പരിഹരിച്ചത്? 1/3 കൂലി സർക്കാർ ഇൻകം സപ്പോർട്ടായി നൽകും. വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ? ക്ഷേമ പെൻഷനുള്ള വർധന, ഇതെല്ലാം ഇപ്പം പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉറപ്പ് നിർത്തും. ഇന്ന് പാവപ്പെട്ടവർ മാത്രമല്ല നാട്ടിലുള്ളത്, ഇടത്തരക്കാരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുക. അവരുടെ പ്രതീക്ഷകൾ വേറെയാണെന്ന്, ഈ പെൻഷനും കാര്യങ്ങളുമല്ല. ഈ ഇടത്തരക്കാർ മാത്രമല്ല, പാവപ്പെട്ടവരുടെ വീടുകളിലെ പുതിയ തലമുറ
അവർക്കും അച്ഛനും അമ്മയുടെയും ജോലി പോരാ, നല്ല പുതിയ തൊഴിലുകൾ ഉണ്ടാവും. അത് കേരളത്തിൽ സൃഷ്ടിക്കണം. അതിനാണ് രണ്ടാമത്തെ കാല്. അതിനാണ് വിജ്ഞാന സമ്പദ്ഘടന എന്ന് വെച്ചാൽ അഭ്യസ്തവിദ്യരായ യുവാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല വരുമാനമുള്ള തൊഴിലുകൾ സൃഷ്ടിക്കുന്ന വ്യവസായത്തെ കേരളത്തിൽ കൊണ്ടുവരണം. അതിനുള്ള സ്വകാര്യ നിക്ഷേപം വരണം. അതോടൊപ്പം പൊതുമേഖലയെ സംരക്ഷിക്കും. ഈ സ്വകാര്യ നിക്ഷേപമെല്ലാം വരാൻ വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കണം. എന്നെങ്കിലും അല്ല, ഇപ്പോൾ ഒരുക്കണം. നമ്മൾ ഗൾഫിൽ നിന്ന് പണം വരുന്നതുകൊണ്ട് നമുക്ക് നല്ല വരുമാനം ശരാശരി കേരളത്തിലുണ്ട്. പക്ഷെ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വ്യവസായശാലകളിൽ എത്ര എണ്ണം കേരളത്തിലുണ്ട്? ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ മുഴുവനും സമരങ്ങളുടെ വേലിയേറ്റം നടക്കുന്നില്ലേ? ആ ഓരോ വ്യവസായശാല എടുത്ത് നോക്കട്ടോ, എന്താണെന്ന്. അങ്ങനെയൊന്നും നമുക്ക് കേരളത്തിലുണ്ട്. കൊണ്ടുവരണം, മാറണം. അതിന് ഇടതുപക്ഷത്തിൻ്റെ പരിപാടി. അപ്പം ഈ പണം എങ്ങനെ? ബഡ്ജറ്റിൽ നിന്നുള്ള പണം പാവങ്ങളെ സംരക്ഷിക്കാൻ, തൊഴിലാളികളുടെ സുരക്ഷിതത്തിന്, ഈ പശ്ചാത്തല സൗകര്യത്തിന് കിഫ്ബി എന്താ ചെയ്യണേ? ഏതായാലും ഈ റോഡും പാലമൊക്കെ പണിയണമല്ലോ, അതിന് എല്ലാ വർഷവും കുറച്ച് പണം നീക്കി വെക്കണമല്ലോ. ആരെങ്കിലും പറയുമൊന്നും വേണ്ടെന്ന്? ഇത് വേണം. അതിന് നീക്കി വെക്കുന്ന പണമേ ഒരു ഗ്രാൻഡായിട്ട് ധനകാര്യ സ്ഥാപനത്തിന് നൽകുന്നു, കിഫ്ബിക്ക്. അപ്പം ആ സ്ഥാപനത്തിന് ബാങ്കുകളിടത്തും ലോക മണി മാർക്കറ്റിലും എല്ലാം ചെന്ന്, ഞങ്ങൾക്കിങ്ങനെ ഭാവി വരും, ഭാവിയിൽ കൃത്യമായിട്ട് സർക്കാർ നിയമം മൂലം ഗ്രാൻഡ് തരും, പഞ്ചായത്തിന് കിട്ടണ പോലെ. ആ ഭാവി വരുമാനത്തിന് ഈടും നിങ്ങൾ വായ്പതാ. ഇങ്ങനെ ചോദിച്ചാൽ കിട്ടുമെന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. കിട്ടിയല്ലോ. അതിൻ്റെ മാറ്റം നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതിൻ്റെ വിജയമാണ് കേട്ടോ 2021 തുടർ ഭരണം. നാട്ടിലെ ഇടത്തരക്കാർക്ക് വേണോ? നമ്മുടെ പശ്ചാത്തല സൗകര്യവും കാര്യങ്ങളൊക്കെ. പാവപ്പെട്ടവർക്കോ പൂർണ്ണ സുരക്ഷിതത്വം. അവർക്ക് പെൻഷൻ മാത്രമല്ല, അവരുടെ ആശുപത്രി, അവരുടെ വിദ്യാഭ്യാസം. ഇതാണ് പുതിയ സ്ട്രാറ്റജി. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. നമ്മൾ ജയിച്ചു. ഇനി മൂന്നാം തവണ കൂടി കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ചാലോ? ഇന്ത്യയിലെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കേണ്ട. BJP ഇന്ത്യൻ ജനാധിപത്യത്തെ വിടുങ്ങാനുള്ള എല്ലാ കരുക്കളും നീക്കുകയാണ്. TVക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇനി തമിഴ്നാട്ടിലും കൂടി കയറാൻ പറ്റുമെന്നാണ് അത് നോക്കണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബംഗാളിൽ TMC പൊളിഞ്ഞു, പക്ഷേ ഇടതുപക്ഷം മുന്നോട്ട് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ കേരളത്തിലും കൂടി ഇടതുപക്ഷം മൂന്നാം തവണ വന്നാലോ? ഒരു വെല്ലുവിളി, അത് പൊളിക്കണം. കേരളത്തിലെ വലതുപക്ഷക്കാരും അതിന് ജാതിയും മതമൊന്നും ഇല്ല കേട്ടോ. സകലമാന വലതുപക്ഷ ചിന്താഗതിക്കാരും അതിൻ്റെ ഏകീകരണം. മൂന്നാം തവണ ഇനി ഇടതുപക്ഷം വന്നാൽ ഇനി കോൺഗ്രസ് ഉണ്ടാവൂലെന്ന് പറഞ്ഞവരിലേക്ക് അറിഞ്ഞുമുട്ട് മേടിക്കുന്നു. ഞങ്ങളോട് വിരോധമൊന്നുമില്ല. എന്തിനാ പള്ളിക്ക് വിരോധം? നമ്മുടെ സമുദായ സംഘടനകൾക്ക് എന്തിനാ വിരോധം ഉണ്ടാവണ്ടേ? ചെന്നു കഴിഞ്ഞാലെല്ലാം ചിരിച്ചതെല്ലാം. പക്ഷേ കേരളത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വിഭാഗത്തിൻ്റെ വലതുപക്ഷം മനസ്സ് ഇത് മൂന്നാം തവണ അത് വേണ്ട, ഒരു മാറ്റം ഉണ്ടായി. ഈ വലതുപക്ഷ ഏകീകരണമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയായാലും RSSന്റെ വർഗീയതയായാലും ജാതിമത ചിന്തയായാലും എല്ലാവരെയും ഒന്നിപ്പിച്ചതെന്ന്. കോൺഗ്രസ് BJP ഡീൽ ഇന്നിപ്പോൾ അത് വ്യക്തമല്ല. ഇതിനെ സഹായിക്കുന്ന ഒന്നായി മാറി കേന്ദ്രത്തിൻ്റെ ഇടപെടൽ. നമ്മുടെ ഈ ബാലൻസിങ് ആക്ട് ഉണ്ടല്ലോ, ബഡ്ജറ്റിൽ നിന്ന് തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കുള്ള ക്ഷേമവും സാമൂഹ്യ സുരക്ഷയും ഭാവി കുതിപ്പിന് വേണ്ടിയുള്ള പണം നമ്മൾ കിഫ്ബി വഴി അത് പൊളിക്കാൻ കേന്ദ്രം ഇറങ്ങി. എന്താ കേന്ദ്രം ചെയ്തത്? കിഫ്ബി ഇങ്ങനെ വായ്പ എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. കേന്ദ്രത്തിൻ്റെ സർക്കാരിൻ്റെ നഹായോ അത് വേറെ, സംസ്ഥാനം ചെയ്യാൻ പാടില്ല. ഇന്നലെ വരെയും കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ വായ്പ ഇടുന്നിരുന്നോ? ഇനി പറ്റില്ല. അങ്ങനെ കിഫ്ബി എടുത്ത വായ്പ മുൻകാല പ്രാബല്യത്തോടെ നമ്മുടെ കറണ്ട് വായ്പയിൽ നിന്ന് വെട്ടിക്കുറക്കുന്നത്.
പ്രതിസന്ധിയായി. നമ്മുടെ ഈ കഴിഞ്ഞ രണ്ടാം സർക്കാരിന് സ്വാഭാവികമായി കിട്ടേണ്ട വായ്പയുടെ ഒരു 40% കുറവാണ് കിട്ടിയിട്ട്. അതുകൊണ്ട് നിർത്തിയില്ല. ഇത് വായ്പയല്ലേ. കേന്ദ്രത്തിൻ്റെ റവന്യൂ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും മറ്റും വഴി നൽകുന്നുണ്ടല്ലോ. അത് കുടിശ്ശിയാക്കാം, അർഹമായത് തരാതിരിക്കാം. വന്നേ ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ പകുതി കേന്ദ്രം കൊടുക്കണേ. കേരളത്തിൽ കഴിഞ്ഞ വർഷം 27% വന്നിരുന്നു. പിന്നെ പ്രതിസന്ധി ഇല്ലാതിരിക്കൂ. അങ്ങനെ പ്രതിസന്ധി മൂർച്ഛിച്ചപ്പോൾ താളം തെറ്റി രണ്ടാം സർക്കാർ. ക്ഷേമ